നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ വന്നിട്ട് നമ്മൾ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. വേറെ എങ്ങോട്ടുമല്ല പോകുന്നത്. ആൻറ്റിമാരും അമ്മേനെയും അലനെയും ഒക്കെ കൂട്ടിയിട്ട് വേറൊരു ആൻറ്റിയുടെ വീട്ടിലാണ് പോകുന്ന വഴിക്ക് കല്യാൺ സിൽക്സ് കയറണമെന്ന് പറഞ്ഞു. അവിടെ കയറി ഒരു ചെറിയ ഷോപ്പിങ്, പിന്നെ അവിടെ എവിടെയെങ്കിലും വേറെ കറങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ടെങ്കിൽ അവിടെയും പോകുന്നു. അലങ്കൂട്ടം വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നുണ്ടല്ലോ സെൽനാൻറ്റിയുടെ അടുത്തോട്ടാണ്. അവിടെ സെൽനാൻറ്റി ഷൈനാൻറ്റി ഉണ്ട്. അവരെ രണ്ടുപേരെയും കൂട്ടണം. എന്നിട്ട് നമ്മൾ പയ്യന്നൂരേക്കാണ് പോകുന്നത്, ജെസി ആൻറ്റിയുടെ വീട്ടിലേക്ക്. അങ്ങനെ നമ്മൾ സെൽനാൻറ്റീനും ഷൈനാൻറ്റീനെയും കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വീട്ടിൽ വന്നിരിക്കുക സെൽനാൻറ്റിയുടെ കേട്ടോ. വീഡിയോയ്ക്കകത്ത് വരാൻ വേണ്ടി മടിയുള്ള ആലന് വെൽക്കം സെൽനാൻറ്റി. ഷൈനാൻറ്റി എന്തി നമ്മൾ എവിടെ പോയാലും ഫുൾ കപ്പാസിറ്റിയിൽ പോകുള്ളൂ. ആ വെൽക്കം ഷൈനാൻറ്റി. നാട്ടിലെപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഡ്രൈവ് പോകാൻ വേണ്ടി എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു റൂട്ടാണ് ചെറുപുഴ പയ്യന്നൂർ റൂട്ട്. ഇപ്പോൾ ചെറുപുഴയിൽ നിന്ന് നമ്മൾ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാടിച്ചാൽ, അരവഞ്ചാൽ, പെരിങ്ങോ എല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ കോത്തായിമുക്കി ചെന്നിട്ട് പയ്യന്നൂരേക്കുള്ളൊരു ഡ്രൈവ് ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഡ്രൈവാണ്. അതായത് നമുക്ക് പോകുന്ന വഴിക്ക് ഒത്തിരിയും വളവും തിരിവും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ഫൺ ടു ഡ്രൈവ് റൂട്ടായിട്ടാണ് ഞാൻ ഈ ചെറുപുഴ പയ്യന്നൂർ റൂട്ടിനെ കാണുന്നത്. നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് മിക്കവാറും കൂട്ടുകാരെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഈ റൂട്ടിൽ പോകാറുള്ളതാണ്. മിക്കവാറും പയ്യന്നൂർ വൈകുന്നേരം ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഒന്നെങ്കിൽ പയ്യന്നൂർ അല്ലെ പഴയങ്ങാടി പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ട് ഫുഡ് അടിക്കാറുള്ളതാണ്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ CRPFകളിലൊന്നായ പെരിങ്ങോം CRPFും നമ്മൾ പാസ് ചെയ്യുന്ന ഈ റൈറ്റ് സൈഡിലാണ് ഉള്ളത് കേട്ടോ. നമ്മളങ്ങനെ പെരുമ്പയിൽ എത്തിയിരിക്കുകയാണ്. പെരുമ്പ അത്യാവശ്യം ഞാൻ കോളേജിലൊക്കെ പഠിച്ചത് ഇവിടെയായിരുന്നു. പെരുമ്പയിൽ നാഷണൽ കോളേജിലായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്ന റോഡ് അത് കണ്ണൂർ തളിപ്പറമ്പ് കണ്ണൂർ പോകുന്ന റോഡാണ് നമുക്ക് മുന്നിലുള്ളത്. ഇവിടെ എന്താണ് പറയേണ്ടത്, എപ്പോഴും തന്നെ ഏകദേശം നല്ല വണ്ടിത്തിരക്കുള്ളൊരു റോഡാണ് ഇത്. അങ്ങനെ നമ്മൾ ജെസി ആൻറ്റിയുടെ വീട്ടിലെത്തി കേട്ടോ. നിങ്ങളെല്ലാവരും കൂടെ ചേട്ടത്തി അനിയത്തിമാരെ കണ്ടുമുട്ടുന്ന കുറേ കാലങ്ങൾക്ക് ശേഷമല്ലേ? എത്ര വർഷമായിട്ടുണ്ടാവും? സെൽനാൻറ്റിനെ കണ്ടായിരുന്നോ? കുറേ വർഷം കൂടിയാണ് കല്യാണത്തിന്. കുറേ വർഷമല്ല, ഞാൻ ബോംബെ പോയിട്ട് ഇവരുടെ കല്യാണം കൂടി തിരിച്ചു വന്നതിന് ശേഷം കാണുന്നത് ആദ്യമായിട്ട്. ഞാൻ വന്നിട്ടില്ല ഇതുവരെ. ഞങ്ങള് കല്യാൺ സിൽക്സിൽ ഒരു ചെറിയ ഷോപ്പിങ്ങിന് കയറിയതായിരുന്നു കേട്ടോ. ഒരു 3 മണിക്കൂർ അങ്ങ് പോയി കിട്ടി. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പയ്യന്നൂരുള്ളൊരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ ദാസാലയൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഭക്ഷണമൊക്കെ ഇവിടുത്തെ സൂപ്പറാണെന്നാണ് കേട്ടിട്ടുള്ളത്. നമുക്ക് കഴിച്ചു നോക്കാം. പയ്യന്നൂർ മെയിൻ റോഡിൽ HP പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് കേട്ടോ ഇത് വരുന്നത്. സീറ്റിംഗ് ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. വെറൈറ്റി ആയിട്ട് ഇവിടെ മെനു ഒക്കെ ടേബിളിൽ എഴുതിയിട്ടേക്കുന്നു. പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ്. അത്യാവശ്യം റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു ഹോട്ടലാണ്. ഒരു എബോ ആവറേജ് ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ മേടിച്ചത് കടായി പനീർ, പിന്നെ മഷ്റൂം മസാല, ഗോബി മഞ്ചൂരിയൻ, ഈ 3 ഐറ്റമാണ് മേടിച്ചത്. പിന്നെ ചപ്പാത്തി. ഇവിടെ 3 മണി വരെ സദ്യ ഉള്ളത്. 3 മണി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ക്ലോസ് ചെയ്യും. 3 മണി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ നമ്മുടെ ബാക്കിയുള്ള നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 5 മണിക്കാണ് കേട്ടോ. ഒന്നെങ്കിൽ 5 മണി കഴിഞ്ഞ് വരണം, അല്ലെങ്കിൽ 3 മണിക്ക് മുമ്പ് വരണം. എങ്കിലും നമുക്ക് ഐറ്റംസ് എല്ലാം ഉണ്ടാവുള്ളൂ. അടിപൊളി ഹോട്ടലാണ്, കുഴപ്പമില്ല. ഇനി ഞങ്ങൾ മമ്മി എത്ര വർഷമായെന്ന് മമ്മി കണ്ട? 40 വർഷമോ? മമ്മി 40-50 വർഷം കണ്ടായിട്ട്. മമ്മി 40 എത്ര സെൽനാൻറ്റി? 35 വർഷം കൂടി കാണാൻ പോകുന്ന ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് ഇപ്പം പോകുന്നത്. മകനെ നീ സൂക്ഷിച്ചു. ഇത് 3 മമ്മി ഏറ്റവും മൂത്ത് സെൽനാൻറ്റി, പിന്നെ ഷൈനാൻറ്റി, പിന്നെ മോൻ കാണിക്കാൻ വേണ്ടി ഒട്ടും തരാത്ത അലന ഉള്ളത്. അവൻ തിരിഞ്ഞു കിടന്നു പോകുന്നുണ്ടോ? അപ്പം മമ്മി 35 വർഷമായിട്ട് കൂടുതലുള്ള ആളെ. മമ്മി ആദ്യം വർക്ക് ചെയ്തേ ഏത് സ്ഥലം? കേരള ലാംസ് തളിപ്പറമ്പിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത ഭാസ്കരൻ ചേട്ടനെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്.
അങ്ങനെ രാവിലെ ഒരു 10 മണിയായപ്പം പോയ യാത്ര വൈകുന്നേരം 8 മണിയായപ്പോഴാണ് തിരിച്ചു വന്നത് കേട്ടോ. അടിപൊളിയായിരുന്നു. ജസേൻ്റെ അടുത്ത് പോകാൻ വേണ്ടി പറ്റി. സാധാരണ വെക്കേഷന് ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ വീടുകളിലൊന്നും പോകാറില്ലാത്തതാണ്. അങ്ങനെ പോകാൻ പറ്റി. മമ്മി പിന്നെ ഒരു 10-35 വർഷങ്ങൾക്ക് മുമ്പ് മമ്മിയുടെ കൂടെ വർക്ക് ചെയ്ത ഒരാളെ കാണാൻ വേണ്ടി പറ്റി. അടിപൊളി ഒരു ദിവസമായിരുന്നു കേട്ടോ. പയ്യന്നൂരിൽ നല്ലൊരു പുതിയ ഹോട്ടൽ കണ്ടുപിടിച്ചു. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.